മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്കെതിരായ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ട് ആയുധമാക്കി പ്രതിപക്ഷം. എക്സാലോജിക്കിന്റെ വിശദീകരണം കേൾക്കാൻ ആദായനികുതി വകുപ്പ് തയ്യാറായില്ല എന്ന CPIMന്റെ വാദം ദുർബലമായി. എക്സാലോജിക്കിന്റെയും കരിമണൽ കമ്പനിയായ CMRLന്റെയും ഇടപാടുകൾ ദുരൂഹമെന്നാണ് ROC റിപ്പോർട്ട്. അന്വേഷണം രാഷ്ട്രീയ പ്രേരിതം എന്ന വാദം തുടരുകയാണ് CPIM. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് EDയും CBIയും അന്വേഷണത്തിന് വരുന്നത് എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ദേശാഭിമാനിയിൽ എഴുതിയ ലേഖനത്തിൽ ആരോപിക്കുന്നു. വലിയ കൊള്ളയുടെ അറ്റം മാത്രമാണ് വെളിച്ചത്തായിട്ടുള്ളത് എന്ന് കേന്ദ്ര അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകിയ ഷോൺ ജോർജ് പറഞ്ഞു. ഒരു വലിയ കൊള്ള, അതിന്റെ ഒരു അറ്റം മാത്രമാണ് നമ്മുടെ രേഖകളിൽ നമ്മൾ കാണുന്ന ഈ 1,72,00,000 135 കോടിയും ഒക്കെ ആ ഒരു വലിയ അഴിമതിയുടെ ഒരു ഭാഗം മാത്രമാണ്. ഇവിടെ ഇത്രയും വലിയൊരു ആരോപണം ഉണ്ടായിട്ട് ഇവിടെ ആരും ചോദിക്കുന്നില്ലല്ലോ. അതിന്റെ പുറത്ത് സമരങ്ങൾ നടക്കുന്നില്ലല്ലോ, അതിന്റെ പുറത്ത് പ്രക്ഷോഭങ്ങൾ നടക്കുന്നില്ലല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള അന്വേഷണം എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടി ഇഷ്ടപ്പെടുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രിൻസിപ്പൽ കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ് കൊച്ചി, അവരുടെ കയ്യിൽ, ഇനിയിപ്പോൾ അത് എവിടുന്ന് പോയോന്ന് എനിക്കറിയില്ല, അവരുടെ കയ്യിൽ ഇത് സംബന്ധിച്ചൊരു റെയ്ഡ് ഉൾപ്പെടെ നടത്തിയതിന്റെ സമഗ്രമായ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് പുറത്തു വന്നാൽ എല്ലാവരും ഞെട്ടും. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ടോബി ജോൺസൺ കൂടുതൽ വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ചേരുന്നു. ടോബി ജോൺസൺ, എന്തൊക്കെയാണ് ഷോൺ പറയുന്നത്? ഇന്നലെ ROCയുടെ റിപ്പോർട്ട് പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെ വലിയ കോലാഹലങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഈ മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ നിൽക്കുന്നുണ്ട്. അന്ന് തന്നെ ഈ പരാതിയുമായിട്ട് പോയപ്പോൾ തന്നെ ഷോൺ ജോർജ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇതിൽ കൂടുതൽ ആളുകൾക്ക് പങ്കുണ്ട്, കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട് എന്ന് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ ഷോൺ ജോർജ് നമ്മളോട് പങ്കുവച്ചിരിക്കുന്നത്. ഈ ഒരു ചെറിയൊരു കാര്യം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നത്. അതായത് വലിയ കൊള്ള നടത്തിയവർ മാങ്ങ പറിക്കുമ്പോൾ പിടിക്കപ്പെടുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ പോകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വലിയ കൊള്ളയുടെ അറ്റം മാത്രമാണ് നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. 135 കോടി രൂപ CMRL ആർക്കൊക്കെ നൽകി, അവരുടെ വിവരങ്ങൾ പല രാഷ്ട്രീയ നേതാക്കൾക്കും അതിൽ പങ്കുണ്ട്. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് പ്രതിപക്ഷം പോലും ഇതൊരു വലിയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരാത്തത്, മുഖ്യമന്ത്രിയുടെ രാജി പോലും ആവശ്യപ്പെടാത്തത് എന്നതടക്കമുള്ള ഒരു ആരോപണമാണ് ഷോൺ ജോർജ് പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇൻകം ടാക്സ് വിഭാഗം നടത്തിയ ഒരു അന്വേഷണമുണ്ട്, ഒരു റെയ്ഡ് അടക്കം അവർ നടത്തിയിരുന്നു. അതിൽ നിർണായക വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കൂടുതൽ ആളുകൾ, കൂടുതൽ ഞെട്ടലുകൾ ഉണ്ടാക്കുന്ന വാർത്തയായിരിക്കും അത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതായത് ഇതൊരു വലിയൊരു മലയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വലിയൊരു തട്ടിപ്പാണ്, ക്രമക്കേടാണ്. അതിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇപ്പോഴത്തെ അന്വേഷണം, കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരുമ്പോൾ ഇതെല്ലാം പുറത്തുവരും. ROC കണ്ടെത്തിയ വിവരങ്ങൾ അവർക്ക് കൈമാറിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ അന്വേഷണം എന്നാണ് പറയുന്നത്. എന്തായാലും കൂടുതൽ ആളുകൾക്കുള്ള പങ്കുകൾ അടക്കം പുറത്തുവരുമെന്നുള്ള സൂചന തന്നെയാണ് ഷോൺ ജോർജ് നൽകുന്നത്. ശരി, ഷഫീദ് റാവുത്തറും തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, വളരെ കൃത്യമായ റിപ്പോർട്ട്, അതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചോദ്യങ്ങൾ ഉരുണ്ട് കളിക്കുകയാണ്. അല്പം മുൻപ് AK ബാലൻ ഈ കാര്യങ്ങളിലൊന്നും കൃത്യമായ മറുപടി CPIMന് ഇല്ല എന്ന് ബാലന്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തവുമാണ്. പ്രതിപക്ഷത്തിന് കൂടുതൽ ആയുധം കിട്ടുകയല്ലേ, സ്വയം പ്രതിരോധത്തിലാകുന്നു എന്ന് ഭംഗ്യന്തരേണ ഈ പറയുന്ന ബാലന്റെ പ്രതികരണമടക്കം വരുമ്പോൾ വേണു, ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതായത് ഒരു കൃത്യമായ മറുപടി CPIMന്റെ ഭാഗത്തു നിന്നും CPIM നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഇന്ന് ചോദിച്ചിരുന്നു, അതായത് ആദ്യഘട്ടത്തിൽ ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിവാദത്തിന്റെ ആദ്യഘട്ടത്തിൽ രേഖകളൊന്നും ആരും ഇന്ററിം സെറ്റിൽമെന്റ് അടക്കമുള്ള ആളുകൾ ചോദിച്ചിട്ടില്ല. അവർ ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം GSTയും അതേപോലെ തന്നെ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ്. അത് അടച്ചു എന്നുള്ളതിന് കൃത്യമായി രേഖകൾ നൽകി. മറ്റു രേഖകളൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യമെങ്കിൽ ഹൈക്കോടതിയിലടക്കം അന്വേഷണം നടക്കുകയാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടുതൽ രേഖകൾ ഹാജരാക്കേണ്ട, ആവശ്യമെങ്കിൽ ഹാജരാക്കും, അതിനാരെയും ഭയക്കേണ്ട കാര്യമില്ല എന്നുള്ളതായിരുന്നു ഇന്ന് AK ബാലന്റെ പ്രതികരണം. അപ്പോഴും ROC റിപ്പോർട്ടിലും ചൂണ്ടിക്കാണിക്കുന്ന സമാനമായ കാര്യം തന്നെയാണ്. ROC റിപ്പോർട്ടിൽ പറഞ്ഞത്, ഏറ്റവും പ്രധാനമായും പറഞ്ഞത് ഇങ്ങനെയാണ്, അതായത് ഈ ഇടപാടുമായി ബന്ധപ്പെട്ട ആകെ ഹാജരാക്കിയിട്ടുള്ളത് GST അടച്ച രേഖകൾ മാത്രമാണ്. മറ്റ് ഇടപാടുകൾ, അതായത് കമ്പനീസ് ആക്ടിന്റെ കീഴിൽ വരുന്ന മറ്റ് ട്രാൻസാക്ഷൻ ഇടപാടുകൾ, പ്രത്യേകിച്ച് ഇതൊരു സർവീസ് ആണെങ്കിൽ കൂടി അതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട കാര്യങ്ങളുടെ ഇടപാട് വിവരങ്ങൾ ഹാജരാക്കിയിട്ടില്ല എന്ന കർണാടക ROCയുടെ റിപ്പോർട്ടിൽ കൃത്യമായി പറഞ്ഞതാണ്. മാത്രമല്ല ചില രേഖകളിൽ കൃത്രിമത്വം അടക്കമുള്ള കാര്യങ്ങൾ, അത് CMRLനെ കോട്ട് ചെയ്തിട്ടാണ് പറയുന്നത്, കൃത്രിമത്വം അടക്കമുള്ള കാര്യങ്ങൾ നടത്തി എന്നുള്ളൊരു കണ്ടെത്തൽ കൂടി ഇതുമായി ബന്ധപ്പെട്ട ROC നടത്തിയിരുന്നു. അതിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടായി പുറത്തു വരുമ്പോൾ വിശദമായ അന്വേഷണം വേണമെന്നുള്ള കാര്യം കൂടി ROC സൂചിപ്പിച്ചു.
സൂചിപ്പിക്കുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ CPM നേതാക്കളോട്, പ്രത്യേകിച്ച് AK ബാലൻ അടക്കമുള്ള ആളോട് ചോദിക്കുമ്പോഴും അവർ ഇക്കാര്യത്തിൽ രണ്ട് തരത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞൊഴിയുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കോടതിയിൽ നടക്കുന്ന കേസിൽ ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രിക്കോ മകൾക്കോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോട്ടീസ് നൽകിയിട്ടില്ല. മാത്രവുമല്ല, അക്കാര്യത്തിൽ കോടതിയുടെ നടപടിക്രമങ്ങൾ നടക്കുകയാണ്. ആ നടപടിക്രമങ്ങളിൽ കോടതിയുടെ പ്രാഥമിക കണ്ടെത്തൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹത ഈ ഇടപാടിൽ ഇല്ല എന്നുള്ളത്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഏജൻസികൾ ഏത് അന്വേഷണമാണ് നടക്കുന്നത്? ROC ആണോ, അതല്ലെങ്കിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏജൻസികളാണോ അന്വേഷണം നടത്തുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത അത് കേന്ദ്ര ഏജൻസികൾ തന്നെ വരുത്തണം. അതിനുശേഷം ആവശ്യപ്പെടുന്ന മുറയ്ക്ക് മറ്റു രേഖകൾ ഹാജരാക്കട്ടെ. CMRലുമായി ബന്ധപ്പെട്ട നമ്മൾ അവസാനം ഒരു അവരുടെ ഇടപാട് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ചോദിച്ചപ്പോഴും AK ബാലൻ അതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയ കാര്യം അത് ഇങ്ങനെയായിരുന്നു. അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: അഴിമതിയില്ല എന്നുള്ളത് കോടതിയുടെ കണ്ടെത്തലാണ്. കമ്പനി ഫ്രോഡ് അല്ലെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. കള്ളപ്പണം ഉണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരാണ് കണ്ടുപിടിക്കേണ്ടത്. CMRലിനെതിരായ പരാതി ഉണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയോ വീണ വിജയനോ അല്ല. ഇതൊക്കെ എന്ത് ന്യായമാണ്? അന്വേഷണം നടക്കട്ടെ. രാഷ്ട്രീയ പാർട്ടികൾക്ക് കാശ് കിട്ടിയിട്ടുണ്ടല്ലോ, അതൊക്കെ മാധ്യമങ്ങൾ ചോദിക്കണം. ചിലരത് കിട്ടിയെന്ന് പറഞ്ഞു. അതിലടക്കം അന്വേഷണം വേണമെന്നുള്ള തൊടുന്യായം അത് ഇന്ന് CPM നേതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. വേണു. ശരി, ഷഫീദ് റാവുത്തറും ടോബി ജോൺസണുമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.